എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഫ്രണ്ട്സ് ടൂട്ട് ബസ്. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നാട്ടിലുള്ള പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. UK താമസിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഉള്ളത് ഇവിടുത്തെ ലിവിങ് കോസ്റ്റാണ്. അപ്പം ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് വളരെ ഉയർന്നതാണ്. അത് ഇവിടെ പല പ്രദേശങ്ങളിലും അത് വ്യത്യാസമായിരിക്കും. പ്രത്യേകിച്ച് ലണ്ടൻ പോലുള്ള നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലവ് വളരെ കൂടുതലാണ്. അതിന് പുറമേ തന്നെ വാടക, വൈദ്യുതി, ഗ്യാസ്, ഗതാഗതം എന്നിവയ്ക്കുമൊക്കെ വലിയ ചിലവാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെതർ, അത് തണുപ്പ്, മഴ, പിന്നെ കുറഞ്ഞ സൂര്യപ്രകാശം, ഇതൊക്കെ കേരളത്തിൽ നിന്ന് ആദ്യം വരുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാം. പിന്നെ വിൻ്റർ സമയത്ത് ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ ഒരു 9 മണിക്കാണ് വെളിച്ചം വീഴുന്നതെങ്കിൽ വൈകുന്നേരം ഒരു 3 മണിയാവുമ്പോൾ തന്നെ ഇരുട്ടാവും. പിന്നെ ഉള്ളത് കുടുംബത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങളുണ്ടാകും. മാതാപിതാക്കളാണെങ്കിലും ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ദൂരെ നമുക്ക് എപ്പോഴും അവരെ കോണ്ടാക്റ്റ് ചെയ്യാനോ, കാരണം ഇവിടെ നമുക്ക് 5 മണിക്കൂർ 5.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചിലപ്പം ഫ്രീ ആകുന്ന ടൈമിൽ ചിലപ്പം അവിടെ രാത്രി ആയിരിക്കാം, അവരുറങ്ങുന്ന സമയമായിരിക്കാം. അപ്പം അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയങ്ങളിലൊക്കെ ചിലപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയന്തര സാഹചര്യങ്ങളിൽ നാട്ടിൽ എത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് എത്താൻ പറ്റണമെന്നില്ല. സമയമാണെങ്കിലും അതോടൊപ്പം തന്നെ പൈസയും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ അതിന് പുറമേ മറ്റൊന്ന് വിസയും ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇവിടുത്തെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും മാറാം. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടാൽ വിസയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകാം. അപ്പം നമ്മളൊരു 3 വർഷത്തെ വിസയ്ക്കാണ് ഇവിടെ വരുന്നതെങ്കിൽ ഒരു വർക്ക് വിസയിലായിരിക്കുമല്ലോ നമ്മൾ നിൽക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ കാരണം ജോലി നഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കപ്പോൾ ആ 3 വർഷത്തെ വിസയിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തി നാട്ടിലേക്ക് തിരിച്ച് പോകേണ്ട ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ 3 വർഷത്തെ വിസ കഴിഞ്ഞ് നമ്മൾ വീണ്ടും റിന്യൂ ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വിസ സംബന്ധമായിട്ടും ഇമിഗ്രേഷൻ സംബന്ധമായിട്ടുമൊക്കെ വരാം. അപ്പോൾ നമ്മൾ ആദ്യം UK വരുന്ന സമയത്തുള്ള ഇമിഗ്രേഷൻ നിയമം നമ്മുടെ വിസ തീരുന്നതിനിടയ്ക്ക് വെച്ചും ആ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റം വരാം. അപ്പോൾ ആ നിയമങ്ങൾ ചിലപ്പോൾ നിലവിലുള്ള നമ്മുടെ വിസേനെയും ബാധിക്കാം. അപ്പോൾ അത് കാരണവും നമുക്ക് പകുതിക്ക് വെച്ച് ജോലി മതിയാക്കി ചിലപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് കയറിപ്പോകേണ്ടതായിട്ട് വരാം. അപ്പോൾ അതാണ് മറ്റൊന്ന്. പിന്നെ ഉള്ളത് ഇവിടെ ടാക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പലപ്പോഴും നാട്ടിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ എത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാറില്ല. അതിൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ സാലറി കിട്ടുമ്പോൾ നമ്മുടെ സാലറിയിൽ നിന്നും ടാക്സ് പോകും സർക്കാരിലേക്ക്. അപ്പം നമ്മുടെ ശമ്പളം ഉയരുന്നതിനനുസരിച്ച് ടാക്സ് ഇരട്ടിയായിട്ട് പോകും. അതായത് നമ്മുടെ ശമ്പളത്തിൻ്റെ 20% ടാക്സ് ആയിട്ട് പോകുന്നത്. പക്ഷേ അതിൽ നമുക്ക് 12,000 പൗണ്ടിൽ താഴെയാണ് നമ്മുടെ വാർഷിക വരുമാനം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ടാക്സ് പിടിക്കുന്നതല്ല. പക്ഷേ ആരും 12,000 പൗണ്ടിനോ അല്ലെങ്കിൽ 12,000 പൗണ്ടിനും താഴെയോ വാർഷിക വരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഇവിടെ വന്ന് ജോലി ചെയ്യത്തില്ലല്ലോ. അപ്പം അതിൽ കൂടുതൽ തന്നെ ആയിരിക്കും എല്ലാവർക്കും വരുന്നത്. അപ്പം ആ ഒരു 12,000-ന് മേലെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പൊതുവേ ടാക്സ് 20% ടാക്സ് പോകും. അപ്പോൾ അത് നമ്മുടെ വരുമാനം അനുസരിച്ചാണ് ടാക്സ് പോകുന്നത്. ഇത് ബേസിക് ടാക്സാണ് 20%. അത് ഇനിയും അതിനും തന്നെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് 30,000-ൽ താഴെയാണെങ്കിലോ അതെനിക്ക് കറക്റ്റ് അറിയില്ല. 30,000-ലും താഴെയാണെന്നാണ് എൻ്റെ അറിവ്. താഴെയാണെങ്കിൽ
20%, അതിന് മേലെയാണെങ്കിൽ 40% ടാക്സും അങ്ങനെയാണ് ടാക്സ് പോകുന്നത്. ഇനി ജോബിനെ കുറിച്ച് പറയുവാണെങ്കിൽ, അതായത് പുതുതായിട്ട് വരുന്ന ഈ സ്റ്റുഡൻസുകൾക്കും പിന്നെ പുതുതായിട്ട് വരുന്ന ജോലിക്കായിട്ട് വരുന്ന പുതിയ ആൾക്കാർക്കുമൊക്കെ ജോലി കണ്ടെത്താനായിട്ട് സമയമെടുക്കും. അതുപോലെ തന്നെ ഇവിടെ വന്ന് പഠിക്കുന്നവരായിട്ടാണെങ്കിലും നാട്ടിൽ നിന്ന് പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നവരാണെങ്കിലും ഉയർന്ന ശമ്പളമുള്ള ജോലി കിട്ടുമെന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നല്ല കോഴ്സുകളൊക്കെ എടുത്ത് ഒരുപാട് ഫീസൊക്കെ കൊടുത്ത് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിത്തം കഴിഞ്ഞതിന് ശേഷവും ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കാത്തതിൻ്റെ പേരിൽ മറ്റ് പല ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. അപ്പോൾ ഇതൊക്കെയാണ് UK താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ദോഷവശങ്ങളുമൊക്കെ. പലപ്പോഴും പല യൂട്യൂബേഴ്സും UK വരാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ, എന്നാൽ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ പലരും വന്ന് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ നാട്ടിലിരിക്കുന്നവർ അതിൻ്റെ മറുപടി കമൻ്റായിട്ട് വളരെ പരിഹാസ രൂപേണ എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചും കൊണ്ടുള്ള കമൻസുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു യൂട്യൂബേഴ്സും ഇവിടുത്തെ ബുദ്ധിമുട്ടുകളെ പറ്റിയോ ഒന്നും ഒരു വീഡിയോ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ ഇത് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പലപ്പോഴും നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ പല ആൾക്കാരെയും പരിചയപ്പെടുമ്പോൾ നമ്മൾ UK അറിയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഓരോരുത്തരോടും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ അതിലുള്ള മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെ യൂട്യൂബ് വഴി അങ്ങനെ അല്ല, പക്ഷേ അവർ കൂടുതലും ശ്രമിക്കുന്നത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനും ചിലപ്പം അവരുടെ പരസ്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷേ അപ്പോൾ കൂടുതലും അങ്ങനെ ചെയ്യുമ്പോൾ 2-3 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരാൾ കേൾക്കുമ്പം ആൾക്കാർ കൺഫ്യൂഷൻ ആവുകയാണ്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം, എന്താണ് ഇതിലെ സത്യം എന്നൊന്നും ഉള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നാട്ടിലുള്ളവരുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും UK വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള സേഫായിട്ടുള്ള മാർഗം എന്താണ്, അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എല്ലാം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയി പോകും.